ഹലോ ഹായ് റസിയ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ പാത്രമൊക്കെ കഴുകാൻ പോകുന്ന ഒരു ലിക്വിഡാണ് കേട്ടോ. ഇരുമ്പമ്പുളി കൊണ്ടാണ് ഈ ലിക്വിഡ് തയ്യാറാക്കുന്നത്. സ്റ്റീൽ പാത്രങ്ങളും അലുമിനിയം പാത്രങ്ങളൊക്കെ ഇതുകൊണ്ട് തേച്ച് കഴുകുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം എന്തെങ്കിലും കറകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഇരുമ്പുളി എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു എക്സോൻ്റെ ഒരു 10 രൂപേൻ്റെ ഒരു സോപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇരുമ്പുളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പകുതി സോപ്പാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ പുളി ഉണ്ടെങ്കിൽ ഒരു സോപ്പ് ഇട്ട് കൊടുക്കാം. 10 രൂപേൻ്റെ ഒരു സോപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലേശം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് 2 വിസിൽ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 2 വിസിലാക്കി ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറണം. ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ല രീതിയിലൊന്ന് പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം ഇത് തരിച്ചെടുക്കാം. ഇതുപോലെ കൂടുതൽ ഇതിൽ ഒന്നുമില്ല, കാരണം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബാക്കിയുള്ളതും കൂടെ ഞാനിതുപോലെ തരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ വീടുകളിലൊക്കെ ഇരുമ്പുളി വെറുതെ വേസ്റ്റായി പോവുകയാണ് ചെയ്യാറ്. അപ്പം ഇരുമ്പുളിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. കൂടുതൽ ചിലവുകളൊന്നും ഇല്ലാതെ ഒരു 5 രൂപേൻ്റെ സോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ലിക്വിഡ് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വളരെ ലാഭകരമായൊരു ലിക്വിഡ് എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി വെക്കും കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 2 സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഒരു അടിപൊളി ലിക്വിഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അതിനുശേഷം വലിയൊരു ബോട്ടിലിൽ ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ അവിടെ ഒരു വലിയ ബോട്ടിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊരു പകുതിയോളം ഇതിൻ്റെ പാത്രത്തിലുണ്ട് കേട്ടോ. ഞാൻ അത് വേറൊരു കുപ്പിയിലാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്കൊക്കെ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.